പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ദിനത്തില് ഈ ദിനത്തിലെ വിശുദ്ധ യോസേപ്പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. പിന്നെ നാളെ നമ്മളുടെ വ്യാഴാഴ്ച ദിനമാണെന്ന് അറിയാലോ അല്ലെ. ഒരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി നാളത്തെ ശുശ്രൂഷകൾക്ക് അച്ഛനുണ്ടായിരിക്കില്ല. പകരം അറിയാലോ, അച്ഛൻ ശരിക്കും ആത്മീയ ശുശ്രൂഷകളിലെ അച്ഛന് ഗൈഡ് ചെയ്യുന്ന, ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചനായിരിക്കും നാളത്തെ ശുശ്രൂഷകള്. നാളത്തെ വചന ശുശ്രൂഷയും പ്രാരംഭ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പുളിക്കൻ ബ്രദറായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നേരത്തെ കൂട്ടി നാളത്തെ പ്രത്യേകത അറിയാലോ. നമ്മൾ 10 ആഴ്ച കുടുംബങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം അച്ഛനെ ഫോൺ വാട്സപ്പിൽ ഒരു സഹോദരി മെസ്സേജ് ഇട്ടേക്കാണ്. അച്ഛാ, ആ 10ാമത്തെ ആഴ്ച ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി പുള്ളിക്കാരി പറയായിരുന്നു, വീട്ടിൽ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായച്ചാ എൻ്റെ വീട്ടിലെ അമ്മയും അതുപോലെ സഹോദരിയൊക്കെ ഡിപ്രഷനും മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ശരിക്ക് അവർ പറയായിരുന്നു, എടി നീ ആ സെൻറ് മേരീസിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായ വിധത്തിൽ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു, ഒരു ആത്മശക്തി ഞങ്ങൾക്ക് തോന്നുന്നു. അതുവരെ ഒരു പറയുമായിരുന്നു, ആ സമയം വരെ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതാണ്ട് 12 മണി. അപ്പോൾ ഇവർ ചോദിച്ചു, ഇവിടെ വന്ന സഹോദരി ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? 12 മണി സമയം, അതായത് നമ്മൾ ബലിയർപ്പണത്തിലേക്ക് പോകുന്നതിന് ആ ഒരുക്ക ശുശ്രൂഷയുടെ സമയമാണ് ഈ 12 മണി 12:15 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പ്രിയ എന്തോ ഒരു ശക്തി അവർക്ക്, മാനസികമായ ഡിപ്രഷൻ്റെ ഇതിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നവരാണ്. നമുക്ക് ഇവിടെ വരുന്ന പല കാര്യങ്ങളും പ്രിയ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ പല മേഖലകളും നമുക്ക് സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല. മാനസിക രോഗമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചില ക്രൈസിസ് ആയിരുന്നു, ദൈവം ഇടപെടുന്ന കാര്യങ്ങൾ നമുക്ക് പലതും പറയാൻ പറ്റില്ല സഹോദരങ്ങൾ. ഹല്ലേലൂയ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞേക്കാണ്, അച്ഛൻ സാക്ഷ്യം പറയാൻ പറ്റില്ല, അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയല്ലേ എന്ന് പറഞ്ഞു. ഇതുപോലെ പ്രകടമായ വിധത്തിൽ. അപ്പോൾ വരുന്ന നാളെ തുടങ്ങി 10 ആഴ്ചകൾ നമ്മുടെ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനായിട്ടാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി വരികയാണെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 15:7. അവിടെ വചനം പറയാണ്, നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ധീരന്മാരായിരിക്കും, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. പ്രിയ സഹോദരങ്ങൾ, ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട് ദൈവജനം ദൈവാരാധനയുടെ ഭാഗമായിട്ടൊക്കെ ബലിയർപ്പിക്കാനും ശുശ്രൂഷകൾക്കൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു പ്രത്യാശയില്ലാതെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പല ദേവാലയങ്ങളിലും പോയിട്ട് ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതായത് സർവശക്തനായ ഒരു ദൈവത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ശരിക്കും അറിയാത്ത ഒരു ജനം വരുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വചനത പറയുന്നത് നിങ്ങൾ ധീരന്മാരായിരിക്കും. പ്രതികൂലത്തിലായിരിക്കാം, പക്ഷെ നിങ്ങൾ ധീരന്മാരായിരിക്കും. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നോക്കിയാൽ, നാളെ തുടങ്ങി നമ്മുടെ ശുശ്രൂഷയിൽ സെന്റ് മേരീസിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ ഒരു അഭിഷേകത്തോടെ വേണം, ഈ ഒരു ആനന്ദത്തോടെ വേണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ, അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ചെറുതും വലുതുമായ കുറെ പ്രതികൂലങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്നെ ഇത്രയും കാലം എന്നെ കൈപ്പിടിച്ച എൻ്റെ കർത്താവ് എന്നെ ഇനിയും വഴി നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഓ ദൈവമേ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.